ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ഹത്താശാ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന കവിതയും അതിൻ്റെ ടിപ്പണിയുമാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യം നമുക്ക് ഈ പാഠത്തിലുള്ള കുറച്ച് ന്യൂ വേർഡ്സ് പരിചയപ്പെടാം. നമുക്ക് ആദ്യം ഇതിൻ്റെ ന്യൂ വേർഡ്സ് പഠിക്കാം. ഒന്നാമത്തത് ഹതാശ. ഹതാശ എന്ന് പറഞ്ഞാൽ നിരാശ, ഡിസപ്പോയിൻമെൻറ്റ്. ടിപ്പണി എന്നാൽ കുറിപ്പ്. മൗലികത തനിമ. അൻഘടത ക്രമമില്ലായ്മ. വിഖ്യാത് പ്രശസ്തമായ. സിദ്ധ് നിപുണനായ. ദിഖായി കാണപ്പെട്ടു. സഹജ് സ്വാഭാവികമായി. സാഫ് വ്യക്തമായ. വ്യാഖ്യ വ്യാഖ്യാനം. ദർക്കാർ ആവശ്യം. മർമ്മ് മർമ്മം. ജാനിന അറിയുക. പഹ്ചാനി തിരിച്ചറിയുന്നവ. രൂഢി പതിവ്. തോടിന തകർക്കുക. പത വിലാസം. ഉമ്ര് വയസ്സ്. ഓഹദ സ്ഥാനം. ജോഡിന ചേർക്കുക. സങ്കട്ട് കഷ്ടപ്പാട്. സടക്ക് റോഡ്. ഘായൽ മുറിവേറ്റ. മുസീബത്ത് കഷ്ടപ്പാട്. മദദ് സഹായം. സെറൂറത്ത് അത്യാവശ്യം. ദിലാന നൽകിക്കുക. ലഗാതാർ തുടർച്ചയായി. ബയാൻ മൊഴി. ബാരീഖ് സൂക്ഷ്മമായ. കാരിഗാരി രചനാകൗശലം. സാത്ത് കൂടെ. ലോക് ഗീത് നാടോടിപ്പാട്ട്. ലൗട്ട്ന തിരിച്ചു വരിക. ഖൂബി സവിശേഷത. യാദ് ഓർമ്മ. ആഖരി അവസാനത്തെ. ഷേർ കവിതയിലെ വരി. ജുബാൻ നാക്ക്. ആപ്പ് സ്വയം. കൂട്ടുകാരെ, ഇനി നമുക്ക് ഈ പാഠത്തിലെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ജാനിന ശബ്ദ കി ലേഖക് കി വ്യാഖ്യ സേ ആപ് കഹാം തക്ക് സഹമത്ത് ഹേ. അറിയുക എന്ന വാക്കിൻ്റെ ലേഖകൻ്റെ വ്യാഖ്യാനത്തോട് താങ്കൾ എത്രത്തോളം യോജിക്കുന്നുണ്ട് എന്നാണ് ചോദ്യം. നമ്മുടെ ഈ കവിതയിൽ ഒരു അപരിചിത വ്യക്തി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ കവി അദ്ദേഹത്തെ കണ്ടപ്പോൾ ഇയാൾ വിഷമത്തിലാണെന്ന് മനസ്സിലാവുകയും അയാളെ മുന്നിലോട്ട് തൻ്റെ കൈ പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു. എന്നിട്ട് ആ കവിതയെക്കുറിച്ച് എഴുതിയ വ്യാഖ്യാനത്തിൽ ഒരാളെ എങ്ങനെയാണ് അറിയേണ്ടത്, ഒരാളുടെ അഡ്രസ്സോ പേരോ വയസ്സോ അയാളുടെ രൂപഭംഗിയോ നിറമോ അയാളുടെ ജാതിയോ അയാളുടെ പദവിയോ നോക്കിയല്ല ഒരാളെ അറിയേണ്ടത്. അയാളുടെ വിഷമം, അയാൾ മൊത്തത്തിൽ കാണുമ്പോൾ അയാൾ സങ്കടത്തിലാണോ എന്നത് വെച്ചിട്ടാണ് നമ്മൾ ഒരാളെ മനസ്സിലാക്കേണ്ടത് എന്നൊക്കെയാണ് ഈ കവിതയിൽ പറഞ്ഞത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം. ലേഖക കഹന സഹി ഹേ. ലേഖകൻ പറഞ്ഞത് ശരിയാണ്. അക്സർ ഹം ദൂസരോം കോ ഉൻകെ നാം പത ഉമ്ര ഓഹദെ ജാതി ആദി കെ ദ്വാര ജാനത്തെ ഹേ. നമ്മളെല്ലായ്പ്പോഴും ഒരാളെ അറിയുന്നത് അയാളുടെ പേരിലൂടെയും അഡ്രസ്സിലൂടെയും വയസ്സ് അയാളുടെ പദവി ജാതി ഇതൊക്കെ നോക്കിയിട്ടാണ്. ലേക്കിൻ അസൽ മേ കിസി കോ ജാനേ ഹേ തോ ഉസ്കെ ജീവൻ കെ അസലിയത്ത് കോ ജാനാ ഹേ. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയെ അറിയേണ്ടത് അത് അയാളുടെ ജീവിതത്തിൻ്റെ സാഹചര്യം യഥാർത്ഥത മനസ്സിലാക്കിയിട്ട് വേണം. അതിൽ ഉസ്കാ ദുഃഖ് നിരാശ അസഹായത ഔർ കഠിനായിയോം കോ ജാനേ ബിന ജാന കബി പൂരാ നഹി ഹോത്താ. ഇതെല്ലാം അയാളുടെ വിഷമം, അയാളുടെ നിരാശ, അയാളുടെ അസഹായത, അയാളുടെ പ്രശ്നങ്ങൾ, കഠിനായികൾ ഇതെല്ലാം മനസ്സിലാക്കാതെ ഒരാളെയും അറിയാൻ കഴിയുകയില്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. കവിതയ്ക്ക് ശില്പപക്ഷ പർ ലേഖക് ക്യാ ക്യാ നിരീക്ഷൺ ഹേ. കവിതയുടെ ശില്പപക്ഷത്തെക്കുറിച്ച് ലേഖകൻ്റെ നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ആൻസർ. लेखक कहते हैं कि इस कविता में शिल्प की बारीक कारीगरी हम देख सकते हैं. इसमें जानना किसी लोकगीत की स्थाई की तरह बार बार आता है. इस कविता में गीतात्मकता बोध बहुत मिलता है. അടുത്ത ക്വസ്റ്റ്യൻ. ഹതാശാ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ. അതിലെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ആക്ടിവിറ്റീസാണ് നമ്മൾ അടുത്ത് ചെയ്യുന്നത്. ഒന്നാമത്തെ ടിപ്പണിക്ക് ആധാർ പർ. ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ടേബിൾ കോളത്തിൽ ജാനയ്ക്ക് രൂഢീഗ്രസ്ത് ആധാർ. അറിയുക എന്ന നമ്മുടെ പഴയ രീതി എങ്ങനെയായിരുന്നു. അടുത്തത് ജാനയ്ക്ക് അസലി ആധാർ. അറിയുക എന്ന യഥാർത്ഥ ആധാർ എന്താണ്. നമുക്കതിൻ്റെ ആൻസർ നോക്കാം.
രൂഢീഗ്രസ്ത ആധാറിൽ വരുന്നത് ഏക് വ്യക്തി കാ നാം, ഏക് വ്യക്തി കാ പത, ഏക് വ്യക്തി കാ ഉമ്ര, ഏക് വ്യക്തി കാ ഓഹദ, ഏക് വ്യക്തി കാ ജാതി. ഇതെല്ലാമാണ് രൂഢീഗ്രസ്ത ആധാറിൽ വരുന്നത്. ഇനി ജാൻനെ കാ അസലി ആധാറിൽ ഉസ്കി ഹതാശ, ഉസ്കി നിരാശ, ഉസ്കി അസഹായത, ഉസ്കി സങ്കട്. ഇതിങ്ങനെയാണ് ഈ ടേബിൾ വരിക. ഈ ടേബിൾ നമുക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, കവിത पर टिप्पणी लिखते समय किन किन बातों पर ध्यान देना है? नरेश सक्सेना की टिप्पणी के आधार पर ആകലൻ സൂചി തയ്യാർ കരേ. കവിതയെക്കുറിച്ച് കുറിപ്പ് എഴുതുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്? നരേഷ് സക്സേനയുടെ കുറിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തൽ സൂചകങ്ങൾ തയ്യാറാക്കിയാലും. അപ്പോൾ എന്തൊക്കെയാണ് ഒരു കവിതയ്ക്ക് കുറിപ്പ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? അത് നമുക്ക് ഓരോ സൂചന, ഓരോ പോയിൻ്റായിട്ടാണ് ഇവിടെ എഴുതേണ്ടത്. ഒന്നാമത്തെ, കവി കാ പരിചയ ദിയ. ആദ്യം ആ എഴുതിയ കവിയെക്കുറിച്ച് പരിചയപ്പെടുത്തണം. നെക്സ്റ്റ്, കവിത കാ ആശയ് സംക്ഷിപ്ത രൂപ സേ പ്രസ്തുത കിയാ ഹേ. കവിതയുടെ ആശയം വളരെ ചുരുക്കത്തിൽ അവിടെ അവതരിപ്പിക്കണം. 3, കവിത കാ സന്ദേശ് ലിഖാ ഹേ. കവിതയുടെ മെസ്സേജ്, സന്ദേശം എഴുതണം. 4, കവിത കെ ശില്പപക്ഷ കാ വിശ്ലേഷൺ കിയാ ഹേ. കവിതയുടെ ആ ശില്പപക്ഷം, അതിൻ്റെ രൂപഭംഗി, ഭാവം, അതെല്ലാം ഒന്ന് പ്രതിപാദിപ്പിക്കണം. അടുത്ത ചോദ്യം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നരേഷ് സക്സേന കെ മത്ത് മേ ജാൻനെ പഹ്ചാൻനെ കി ഹമാരി രൂഢി ക്യാ ഹേ. നരേഷ് ജിയുടെ അഭിപ്രായത്തിൽ നാം ഏതെങ്കിലും ഒരു വ്യക്തിയുടെ എന്തെല്ലാം കാര്യങ്ങളാണ് തിരിച്ചറിയേണ്ടത്? ആൻസർ, വ്യക്തി കെ നാം, പദേ, ഉമ്ര, ഓഹദേ യാ ജാതി ഹി കിസി കോ ജാൻനെ പഹ്ചാനെ കി ഹമാരി രൂഢി ഹേ. നമ്മുടെ ഒരു രീതി എന്താണ്? ഒരു വ്യക്തിയെ അറിയേണ്ട രീതി എന്തൊക്കെയാണെന്നാണ്. വ്യക്തിയുടെ പേര്, അഡ്രസ്സ്, വയസ്സ്, പദവി, ജാതി, ഇതെല്ലാം അറിയുക എന്നതാണ് നമ്മളുടെ ആ രീതി എന്ന് പറയുന്നത്. 2, നരേഷ് ജി കെ മത്ത് മേ ഹമേ കിസി വ്യക്തി കി കിൻ കിൻ ബാത്തോം കോ ജാൻനാ ചാഹിയെ. നരേഷ് സക്സേനയുടെ അഭിപ്രായത്തിൽ തിരിച്ചറിയാനുള്ള നമ്മുടെ പരമ്പരാഗത രീതി എന്താണ്? ആൻസർ, ഹമേ കിസി ബി വ്യക്തി കി ഹതാശ, നിരാശ ഔർ അസഹായത കോ ജാൻനാ പഹ്ചാൻനാ ചാഹിയെ.